ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അത്തപ്പൂക്കളത്തിന്റെ ഡിസൈൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ പൂക്കൾ ഉപയോഗിക്കാം, പിന്നെ അത്തപ്പൂക്കള മത്സരത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും പറയാം. കോമ്പസ് ഉപയോഗിച്ച് 5 വൃത്തം വരയ്ക്കുന്നു. അതിനുശേഷം ബന്ദിപ്പൂ ഉണ്ട്. ബന്ദി പലതരത്തിൽ കളറിലുള്ളതുണ്ട്, മഞ്ഞ, ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഈ നടുക്ക് ഭാഗത്ത് വെള്ള കളറിലുള്ള പൂടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മഞ്ഞ നിറത്തിലുള്ള ബന്ദി ഉപയോഗിക്കാം, ഓറഞ്ച് കളറിലുള്ള ബന്ദി അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. പിന്നെ റെഡ് കളറിൽ ഉള്ള പൂവ്, അത് റോസ്, ലില്ലി റോസൊക്കെ മേടിക്കാനായിട്ട് കിട്ടും, അത് നമുക്ക് ഉപയോഗിക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഡിസൈൻ വരയ്ക്കാം. അത്തപ്പൂക്കളം ഇട്ടു തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അകത്തു നിന്നും പുറത്തേക്കാണ് ഇട്ടു തുടങ്ങേണ്ടത്. ചിലരാണെങ്കിൽ ഇടയിൽ നിന്നും ഇടുന്നത് കാണാം. അങ്ങനെ ഇട്ടാൽ നമ്മളിടുന്ന അത്തപ്പൂക്കളത്തിന് പെർഫെക്ഷൻ കിട്ടുകയില്ല. പൂക്കൾ ഇടുമ്പോൾ എല്ലാം കൃത്യമായി ഒതുക്കി കൊടുക്കണം. പൂക്കൾ ഒതുക്കി കൊടുക്കുവാനായിട്ട് ചെറിയ സ്കെയില് നമുക്ക് ഉപയോഗിക്കാം. നടുവിൽ ചെറിയ വട്ടത്തിൽ തുമ്പപ്പൂവ് ഇടുന്നത് നന്നായിരിക്കും. പൂക്കൾ നന്നായി അരിഞ്ഞിട്ട് വേണം അത്തപ്പൂക്കളം ഇടാൻ. ഇതളുകളായി ഇട്ടാൽ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ കോർണറൊക്കെ ആ ഷേപ്പിൽ വരുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് അരിഞ്ഞിട്ട് വേണം അത്തപ്പൂക്കളം ഇടാൻ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറേ കൂട്ടുകാർ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് പേര് മാത്രമാണ് ലൈക്ക് ചെയ്യുന്നത്. ഇത് ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തതായി അത്തപ്പൂക്കളം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തറ കാണാനായിട്ട് പാടില്ല. എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിക്നെസ്സിൽ വേണം നമ്മൾ ഈ പൂക്കൾ ഇടാനായിട്ട്. തറയിൽ വരച്ചിരിക്കുന്ന വര കാണാനും പാടില്ല. നമ്മൾ ഡിസൈൻ വരച്ചിരിക്കുമല്ലോ ചോക്ക് കൊണ്ട്, ആ ചോക്ക് കൊണ്ട് വരച്ചിരിക്കുന്നത് പുറമേ കാണാനായിട്ട് പാടില്ല. അത്യാവശ്യത്തിന് തിക്നെസ്സിൽ വേണം പൂക്കൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ചീര, തേക്കിൻ കൂമ്പ് എന്നിവ നമുക്ക് ഔട്ട്ലൈൻ ആയിട്ട് ഉപയോഗിക്കാം. പൂക്കളത്തിൻ്റെ അവസാനം ചീരയോ തേക്കിൻ കൂമ്പോ ഒക്കെ ഇട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ തേക്കിൻ കൂമ്പ് നന്നായി അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ബ്രൗൺ പോലത്തെ കളർ കിട്ടും. അത് കാണാനായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും. അത്തപ്പൂക്കള മത്സരമാണെങ്കിൽ പൂക്കളം ഇടുമ്പോൾ നന്നായി ഇടുന്ന 2-3 പേര് വേണം പൂക്കളം ഇടാൻ. എല്ലാവരും കൂടി പൂക്കളം ഇടാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷൻ കിട്ടില്ല. ഇടാൻ അറിയാവുന്ന 2-3 പേര് മാത്രം പൂക്കളം ഇടുക. കൃത്യമായ ഓർഡറിൽ പൂക്കൾ ഇട്ടിട്ട് വരിക. ആരും പുറത്തു നിന്ന് അകത്തേക്ക് പൂക്കളം ഇടാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലം കാണരുത്. അകത്തു നിന്നും പുറത്തേക്ക് ഇട്ട് തുടങ്ങുക. ഗ്യാപ്പുണ്ടെങ്കിൽ അവസാനം അതെല്ലാം ഫില്ല് ചെയ്യുക. ഒന്നുകൂടി പറയാം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൂക്കളം ഇട്ട് തുടങ്ങേണ്ടത് അകത്തു നിന്നും പുറത്തേക്കാണ്. ഔട്ട്ലൈൻ ഇടാനായിട്ട് ചീര, തേക്കിൻ കൂമ്പ് എന്നിവയൊക്കെ ഉപയോഗിക്കാം. നടുവിൽ വെള്ള നിറത്തിലുള്ള പൂക്കൾ ഉപയോഗിക്കാം. പൂക്കൾ നന്നായി അരിഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റും. തറ കാണാനായിട്ട് പാടില്ല. തറയിൽ വരച്ചിരിക്കുന്ന വര കാണാനായിട്ട് പാടില്ല. അത്യാവശ്യം തിക്നെസ്സിൽ വേണം പൂക്കളം ഇടാനായിട്ട്. പൂക്കളം ഒതുക്കി എന്ന് പറയുമ്പോൾ എല്ലാ പൂക്കളും ഇടുമ്പോഴും കൃത്യമായി ഒതുക്കി കൊടുക്കണം. ഒതുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കെയില് ഉപയോഗിക്കാം. മത്സരത്തിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 പേര് മാത്രം പൂക്കളം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും കൂടി പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അറിയാവുന്ന 2-3 പേര് പൂക്കളം ഇടുക. അവസാനം മൊത്തത്തിൽ ഫിനിഷ് ചെയ്യുക. നമ്മുടെ പൂക്കളം പൂർണ്ണമാകണമെങ്കിൽ തുമ്പപ്പൂവ് തന്നെ വേണം. എളിമയുടെ പ്രതീകമാണ് തുമ്പപ്പൂ. പിന്നെ നമ്മൾ പൂക്കളം ഇടാൻ ഉപയോഗിക്കുന്നത് തുളസി, ചെത്തിപ്പൂവ്, ജമന്തി, ചെമ്പരത്തി, കാക്കപ്പൂവ്, മന്ദാരം, ചെമ്പകം, കൊങ്ങിണിപ്പൂവ്, കൃഷ്ണകിരീടം, വാടാമല്ലി, തെച്ചി, നന്ദ്യാർവട്ടം, അങ്ങനെ ഒട്ടനവധി പൂക്കൾ നമ്മൾ അത്തപ്പൂക്കളം ഇടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പൂക്കളം ഉണ്ടാക്കാൻ പലതരം പൂവുകൾ ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ ഹൃദയങ്ങളുടെ ഒത്തുചേരലിൻ്റെ പ്രതീകമാണ്. ഇതാണ് ഓണത്തിൻ്റെ യഥാർത്ഥ ആഘോഷം. നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ നമ്മുടെ ഓണത്തെ വരവേൽക്കാം എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.